പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഈ ദിവസം നിങ്ങൾക്ക് നൽകാനുള്ള വലിയ വാർത്തയുടെ സമയത്തിലേക്കാണ്, ബിഗ്ഗസ്റ്റിലേക്ക്. അപ്പോൾ ഇന്നത്തെ വലിയ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇടുക്കിയിൽ നിന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലെ കാട്ടുപന്നി ശല്യം വർദ്ധിക്കുമ്പോൾ വെടിവയ്ക്കാൻ ഉത്തരവിടാനാകാതെ പഞ്ചായത്തുകൾ. ഇടുക്കി ജില്ലയിൽ പഞ്ചായത്തിന്റെ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷൂട്ടർമാരുടെ തോക്കുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാത്തതാണ് ഇതിന് കാരണം. നിയമക്കുരുക്കുകൾക്ക് ഭയപ്പെട്ട് ഷൂട്ടർമാർ പഞ്ചായത്തുകളുടെ പാനൽ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതായി അധികൃതർ പറയുന്നു. കാണാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖലയിൽ ഏതൊരു പ്രദേശത്തും എപ്പോൾ വേണമെങ്കിലും ഒരു വന്യജീവിയുടെ ആക്രമണം ആർക്ക് നേരെയും ഉണ്ടാകാം. ഇത് തടയിടാൻ പഞ്ചായത്തിനുൾപ്പെടെ അധികാരം സർക്കാർ നൽകുമ്പോൾ അതിനുവേണ്ട നിയമപരിരക്ഷ കൂടി സർക്കാർ ഒരുക്കി നൽകേണ്ടതുണ്ട്. ഇടുക്കി ജില്ലയിൽ പഞ്ചായത്തുകളുടെ പാനലിലുള്ള ഷൂട്ടർമാർ തോക്കിന് ലൈസൻസ് പുതുക്കി നൽകാൻ ആവശ്യപ്പെട്ടിട്ട് മാസം 9 കഴിഞ്ഞ നവംബർ മാസം മുതൽ തോക്കുകളുടെ ലൈസൻസ് ജില്ലാ ഭരണകൂടം പുതുക്കി നൽകിയിട്ടില്ല. കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാകുമ്പോൾ പഞ്ചായത്ത് ലൈസൻസ് ഉള്ളവർക്ക് പോലും ഇവയെ വെടിവെക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫീസിൽ നിന്നാണ് തോക്കുകളുടെ ലൈസൻസ് പുതുക്കി നൽകേണ്ടത്. ഞാൻ 2024 നവംബർ മാസം 13-ാം തീയതി എൻ്റെ ലൈസൻസ് പുതുക്കാൻ കൊടുത്തതാണ്. 2025 ഫെബ്രുവരി മാസം ഇതിൻ്റെ പേപ്പർ നിയമ നടപടി എല്ലാം പൂർത്തീകരിച്ചാണ്. ഇതുവരെയായിട്ട് ലൈസൻസ് പുതുക്കി കിട്ടിയിട്ടില്ല. ഒറ്റപ്പെട്ട സ്ഥലത്താണ് നമ്മുടെ തോട്ടമുള്ളത്. അങ്ങോട്ട് ആഴ്ചയിൽ പണിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോകണം. ഈ പൈസയെല്ലാം കൈ പിടിച്ചുകൊണ്ടാണ് പോകണേ. അപ്പോൾ അത് പോകുമ്പോൾ നമ്മൾ ഒത്തിരി ദൂരം കാട്ടിക്കേട്ട് നടന്നു പോകണം. അപ്പോൾ സുരക്ഷ ഒരു പ്രശ്നമുണ്ട്. ഇടുക്കി ജില്ലയിൽ ഒരിടത്തും ലൈസൻസ് പുതുക്കി കൊടുക്കണമെന്നാണ് കളക്ടറേറ്റിൽ അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞു. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഇടുക്കിയിലെ പഞ്ചായത്തുകളിൽ വേണ്ടത്ര ഷൂട്ടർമാർ ഇല്ലെന്നാണ് അധികൃതരുടെ പ്രധാന പരാതി. അതിനിടെയാണ് 40-ലേറെ ഷൂട്ടർമാർക്ക് തോക്കുകളുടെ ലൈസൻസ് പുതുക്കി നൽകാത്തത്. നിയമത്തിന്റെ നൂലാമാലകൾ ഏറെ ഉള്ളതിനാൽ പഞ്ചായത്തുകളും കാട്ടുപന്നികളെ വെടിവെക്കാൻ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല. ഈ പന്നിയെ ഷൂട്ട് ചെയ്യുന്നതിന് ലൈസൻസ് തരുമ്പോൾ എനിക്കാണെങ്കിൽ ഞാനൊരു കർഷകനായ എനിക്ക് എൻ്റെ സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് പന്നിയുടെ ശല്യമുണ്ട് എന്ന് പറഞ്ഞ് കൃഷി ഓഫീസർ ഇത് നേരിൽ വന്ന് കണ്ട് പന്നി മണ്ണിളക്കുന്നുണ്ട്, കുത്തുന്നുണ്ട് എന്നുള്ളത് കൃഷി ഓഫീസർ ബോധ്യപ്പെട്ടിട്ട് ആ സർട്ടിഫിക്കറ്റ് അത് സർട്ടിഫൈ ചെയ്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ വാർഡ് മെമ്പറുടെയും പ്രസിഡന്റിൻ്റെയും അനുമതിയോട് കൂടിയാണ് സെക്രട്ടറി ഇതിന് അനുമതി തരുന്നത്. ആ സർവേ നമ്പറിൽ വരുന്ന സ്ഥലത്താണ് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടുള്ളത്. ആ പന്നി ചിലപ്പോൾ ഒരുപക്ഷെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് അടുത്ത സ്ഥലത്ത് പോവാം. അടുത്ത സ്ഥലത്ത് പോയി അവിടെ പോയി വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുന്നത് തെറ്റായി മാറും. ഇടുക്കിയിൽ ഇരട്ടയാർ പഞ്ചായത്തിൽ മാത്രമാണ് ഇതുവരെ കാട്ടുപന്നികളെ വെടിവെച്ചത്. അടിമാലി, മൂന്നാർ, പള്ളിവാസൽ, വെള്ളത്തൂവൽ, ഉടുമ്പൻചോല, ശാന്തൻപാറ, നെടുങ്കണ്ടം, രാജാക്കാട്, രാജകുമാരി, ചിന്നക്കനാൽ, മറയൂർ, കാന്തല്ലൂർ, ഇരട്ടയാർ, കാഞ്ചിയാർ, മരിയാപുരം, കഞ്ചിക്കുഴി, ഉപ്പുതുറ, വണ്ടിപ്പെരിയാർ, കുമളി തുടങ്ങിയ പഞ്ചായത്തുകളിൽ കാട്ടുപന്നി ശല്യം പതിവാണ്. എല്ലാ കാർഷിക വിളകളും കാട്ടുപന്നി നശിപ്പിക്കുന്നതായി കർഷകർ വിലപിക്കുന്നു. ഇതിന് പോംവഴി ഇവയെ വെടിവെച്ചു കൊല്ലുക എന്നതു മാത്രമാണ്. നിയമത്തിൽ മാറ്റം വരണം. കാലാനുസൃതമായി ഇതിന് മാറ്റം വരുത്തിയേ പറ്റൂ. മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം അനധികൃതമായിട്ട് കങ്കാരുമൊക്കെ ഓരോ രാജ്യങ്ങളിൽ അധികമായി കഴിയുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ കുരങ്ങിനാണെങ്കിലും ആനയ്ക്കാണെങ്കിലും പന്നിക്കാണെങ്കിലും ഒരു ജീവിക്കും യഥേഷ്ടം അത് വളരുന്നതല്ലാതെ മനുഷ്യന് ജീവിക്കാൻ ഉള്ള സംരക്ഷണം കിട്ടുന്നില്ല. നിരവധിയായ ആളുകൾ, ലൈസൻസ് ഉള്ള ആളുകൾ, നിരവധിയായ ആളുകൾ തോക്ക് ഉപയോഗിക്കുന്ന തോക്കിന് ലൈസൻസ് ഉള്ള ആളുകളുണ്ട്. അവരെയും കൂടെ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഈ മനുഷ്യനും അതുപോലെ തന്നെ ഇവിടുത്തെ വിളകൾക്കും എല്ലാം ഭീഷണിയായി നിൽക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ വേണ്ടിയുള്ളൊരു അനുവാദം ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. തോക്ക് ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷകൾക്ക് അനുമതി ലഭിക്കണമെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ അറിയിപ്പുണ്ടാകണം എന്നാണ് ADM ഓഫീസ് വ്യക്തമാക്കുന്നത്. ഇടുക്കിയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവിന് കാത്തിരിക്കുന്നത് എന്നാണ് ADM ഓഫീസിന്റെ വിശദീകരണം. വന്യജീവികളെ കൊല്ലുന്നതിനുള്ള അനുമതിക്കൊപ്പം സ്വയരക്ഷ ആവശ്യമായവർക്ക് കൂടിയാണ് തോക്ക് ലൈസൻസ് ഉടമകൾക്ക് നൽകുന്നത്. മനുഷ്യജീവന് വിനയാകുന്ന കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ളവയെ വെടിവെച്ചു കൊല്ലാമെന്ന സർക്കാർ ഒരു വശത്ത് ഉത്തരവിടുമ്പോൾ മറുവശത്ത് ഇത്തരം നിയമക്കുരുക്കുകളും നൂലാമാലകളും തുടരുകയാണ്. പിന്നെ ആർക്ക് ഫലപ്രദമാകും ഇത്തരം ഉത്തരവുകൾ? ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.